ഹലോ. 2020 പബ്ലിഷ് ചെയ്ത ഒരു ബുക്ക്, റാം കെയർ ഓഫ് ആനന്ദി, റിട്ടൺ ബൈ അഖിൽ പി ധർമ്മജ്. ഈ ബുക്കിനെ പറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ട് വായിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഏത് വർഷമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, 2020 2021 ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ, വായനയെ ഇഷ്ടപ്പെടുന്ന എൻ്റെ സുഹൃത്തുക്കളിൽ ആളിങ്ങനെ വായിക്കുന്ന ബുക്കുകളെ പറ്റി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിടാറുണ്ട്. അങ്ങനെ ഇട്ടൊരു കുറിപ്പ്, അതിലെൻ്റെ ശ്രദ്ധ പതിഞ്ഞു. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, ആ ബുക്കിൻ്റെ പേര് റാം കെയർ ഓഫ് ആനന്ദി. ഒരു പേരിൽ നിന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രമേയം, അല്ലെങ്കിൽ എന്താണ് അതിനകത്തുനിന്ന് ഉദ്ദേശിക്കുന്നത്. റാം കെയർ ഓഫ് ആനന്ദി എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ആകെ മനസ്സിലാകുന്നത് ഒരു പ്രണയം അതിനകത്തുണ്ടാകും എന്നുള്ളത് മാത്രമാണ്. 2ാമത്തെ കാരണം, എഴുത്തുകാരൻ അഖിൽ പി ധർമ്മജ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമുഖ എഴുത്തുകാരനാണത്. അപ്പോൾ എനിക്ക് അന്ന് തൊട്ട് ഇത് വായിക്കണം എന്ന് ഇൻട്രസ്റ്റ് എനിക്ക് തോന്നി. ഞാനൊരു സിനിമാ ലവറൊന്നുമല്ല, അതായത് ഈ സിനിമയുടെ റിവ്യൂ കണ്ട് ആ സിനിമ കാണണം എന്ന് ആഗ്രഹിച്ച് പോയി കാണുന്ന അങ്ങനത്തെ ആളൊന്നുമല്ല. സിനിമ റിവ്യൂസ് ഞാൻ ഫോളോ ചെയ്യാറുമില്ല. പക്ഷേ ഒരു ബുക്കിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഒരു ബുക്കിൻ്റെ റിവ്യൂ വായിച്ച് എനിക്കത് വായിക്കണമെന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി, നോക്കിയിരുന്ന് വായിക്കും. അപ്പോൾ ഞാൻ ഡാവിഞ്ചി കോഡിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഓരോ ബുക്കും എന്നിലേക്ക് വരുന്നതാണ്. ഞാൻ ഒരിക്കലും ഒരു ബുക്കിനെ തേടി ചെല്ലുന്നില്ല. ഞാൻ തേടി നടന്നാലും കിട്ടില്ല. അത് അതിൻ്റേതായ സമയം എത്തുമ്പോൾ അത് എന്നെ തേടി വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ 2024 ജൂലൈയിൽ റാം കെയർ ഓഫ് ആനന്ദി എന്നെ തേടി വന്നു. അപ്പം അതിന് മുമ്പ് ഒരു ദിവസം ഞാനൊരു എൻ്റെ സുഹൃത്തുക്കളുള്ള ഒരാളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞാൽ ഇത് ഞാൻ സിനിമയായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇതിന് സിനിമ ഇറങ്ങുമെന്ന് ചോദിച്ചു. ഞാൻ എല്ലാ സാധാരണ ബുക്കൊക്കെ ക്ലിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിനിമ ഇറങ്ങുമല്ലോ, അപ്പോൾ ഇതിൻ്റെ ഇറങ്ങും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ വായിച്ചൊരു റിവ്യൂ ഒക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഒരു സിനിമയായത് ഒരു അവാർഡ് പടമായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ വായിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെ പാടെ മാറ്റിക്കളഞ്ഞ ഒരു ബുക്കായിരുന്നു അത്. ഞാൻ ഇതിനകത്ത് തമാശകളിലങ്ങ് പൊട്ടിച്ചിരിച്ചു. ഒരു സിനിമ കാണുമ്പോൾ ചിരിക്കുന്നത് പോലെ ചിരിച്ചു. സങ്കടം വന്നപ്പോൾ അങ്ങ് കരഞ്ഞു. അവരുടെ കൂടെ ഞാൻ ജീവിച്ചു. ഓരോ സീനും ഒരു സിനിമയിൽ കാണുന്നത് പോലെ കാണാമായിരുന്നു. പാട്ട് സീനുകളിലൊക്കെ ആ പാട്ടിൻ്റെ ട്യൂൺ എന്താന്ന് പോലും അറിയത്തില്ലെങ്കിൽ ഞാൻ ആ പാട്ട് പാടി, ആ പാട്ടിനൊപ്പം അവർ ഡാൻസ് ചെയ്തതുപോലെ ഡാൻസ് ചെയ്തു. അങ്ങനെയൊക്കെ അതിലെനിക്ക് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഇതൊരു ഒരു ബുക്ക് വായിക്കുന്നതിനുപരിയായിട്ട് ഒരു സിനിമ കാണുന്ന ഒരു ഫീല് തന്ന ഒരു ബുക്കാണിത്. അതവിടെ നിൽക്കട്ടെ. ഇനി കഥയിലേക്ക് വരുമ്പോൾ ഇതിൽ പല ഇമോഷൻസ്, ഞാൻ ആദ്യം പറഞ്ഞു പ്രണയമാണ് ഇതിൽ ഡീൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു. പക്ഷെ അത് മാത്രമല്ല, ഇതിൽ പല ഇമോഷൻസ് ഡീൽ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതിൽ എനിക്ക് സ്ട്രൈക്കായ ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കരുതുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു കഥാപാത്രം, ഒരു കഥാസന്ദർഭം എന്ന് പറയുന്നത് മല്ലിയുടേതാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡറിനെ കാണുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്താണ് എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ആ സമയത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് കസിൻ്റെ മാരേജ്. അവർ ഗുജറാത്ത് സെറ്റിൽഡാണ്. സോ കല്യാണം ഗുജറാത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നത്. ഞാൻ ട്രെയിനിൽ വെച്ച് ഒരു നോർത്ത് ഇന്ത്യയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ട്രെയിനിൽ കൈയൊക്കെ കൊട്ടി ആൾക്കാർ വരുന്നു. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതൊക്കെ ഉള്ളൂ, ഇങ്ങനെ ആളുകൾ വരുന്നത് പോകുന്നത്. അന്നേരം ഞാനത് കാര്യമാക്കി എടുത്തില്ല. കല്യാണത്തിൻ്റെ തലേദിവസം ഈ പറഞ്ഞ പോലെ ഇവരുടെ വീട്ടിൽ ഇതുപോലെ ആളുകൾ വന്നു. ഹിജഡകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവർ വന്നു, പൈസ ചോദിച്ചു. അപ്പോൾ എൻ്റെ ആൻറ്റിയും അങ്കിളും പറയുന്നുണ്ട്, മോളുടെ കല്യാണമാണെന്ന് പറയുന്നു, മോളെ വിളിക്കാൻ പറയുന്നു. അവർ കാര്യമായിട്ട് മോളെ അനുഗ്രഹിക്കുന്നു, പോകുന്നു. അപ്പോൾ ഞാൻ ആളും ബഹളമൊക്കെ ഒതുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ പപ്പയുടെ ബ്രദറുണ്ട്, ആളോട് ഞാൻ ചോദിച്ചത് അവരെന്താ അങ്ങനെ വന്ന് പൈസ ചോദിച്ചേ, അവരെന്തിനാ അങ്ങനെ ബ്ലസ് ചെയ്തേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, അവരനുഗ്രഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത്. അവരുടെ അനുഗ്രഹം എന്നൊക്കെ പറയുന്നത് ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുന്ന പോലെയാണെന്നാണ് പറയുന്നത്. പക്ഷെ അവർ ശപിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഏൽക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ
വല്ല അസുഖമായി കിടക്കുന്നവരൊക്കെ പോയി അനുഗ്രഹിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ ഇവർ ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇവർ ഹോസ്പിറ്റലിൽ പോയി അവരുടെ അഡ്രസ്സ് എടുത്ത് ഇവരുടെ വീട്ടിൽ ചെന്ന് ഇത് കുട്ടികളെ ഇവർ എടുക്കും. നമ്മൾ സാധാരണ കുഞ്ഞു കുട്ടികളെ കാണാൻ പോകുമ്പോഴത്തേക്ക് എടുക്കില്ല എന്ന് പറഞ്ഞ പോലെ അവർ സ്നേഹത്തിൽ എടുക്കും. എന്നിട്ട് പൈസ ചോദിക്കും. പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കൊച്ചിനെ കൊണ്ട് ഒരു പോകും, അല്ലെങ്കിൽ ഒരു ഭീഷണിപ്പെടുത്തും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. പക്ഷെ അതിൽ എനിക്ക് സ്ട്രൈക്കായ ഒരു കാര്യം എന്ന് പറയുന്നത്, അന്നും എനിക്കറിയില്ല ട്രാൻസ്ജെൻഡർ എന്താണെന്നോ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ കേരളത്തിലേക്ക് കുറച്ചുകൂടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്, അല്ലെങ്കിൽ ചർച്ചകളായത്, അങ്ങനെയുള്ള ആളുകൾ വളരെ കോമൺ ആവുന്നത്. അതൊക്കെ പിന്നെയും കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ സംശയം ഇതാണ്, ഇവർ അനുഗ്രഹിച്ചാൽ ദൈവം അനുഗ്രഹിക്കുന്നത് പോലെ കണക്കാക്കപ്പെടുന്നു, ഇവർ ശപിച്ചാൽ ദൈവം ശപിക്കുന്നത് പോലെ കണക്കാക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ എന്ന് തൊട്ടാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റുള്ള ആളുകൾ, നോർമൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആളുകൾ പുച്ഛിച്ച് നോക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ അറപ്പോടുകൂടി നോക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ് അതെനിക്കറിയില്ല. പക്ഷെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിലൊക്കെ കുറച്ചുകൂടി അവർക്കൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ആയിട്ട് വന്നതുകൊണ്ട്, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വന്നതുകൊണ്ട് അവർക്ക് പഴയ ഇത്ര കഷ്ടപ്പാട് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ അവരുടെ പ്രശ്നങ്ങൾ അവരുടേതാണ്, നമുക്കറിയില്ല. വെളിയിൽ നിന്ന് നോക്കുക നമുക്ക് ഒരിക്കലും അറിയത്തില്ല എന്തൊക്കെയാണെന്നുള്ളത്. അവർക്ക് സങ്കടങ്ങളും ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതല്ല, ബട്ട് സ്റ്റിൽ കുറച്ചുകൂടെ ഒരു അപ്ബ്രിങ്ങിങ് വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ തിരിച്ച് മല്ലിയിലേക്ക് വരുമ്പോൾ, റാം കെയർ ഓഫ് ആനന്ദയിലെ മല്ലിയിലേക്ക് വരുമ്പോൾ, റാം മല്ലിയെ കാണുന്നത് ഇതുപോലൊരു ട്രെയിനിൽ വെച്ച് പൈസ ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ബുക്ക് വായിച്ചു വരുമ്പോഴും പിന്നീട് ഒരു ദിവസം ഇതെൻ്റെ തുപ്പലാണെന്നും പറഞ്ഞുകൊണ്ട് റാമിനൊരു പെട്ടി കൊടുക്കുന്ന, ഒരു ഡപ്പ കൊടുക്കുന്നത്, റാം അത് കയ്യിൽ വെച്ചുകൊണ്ട് അറപ്പോടുകൂടി നടക്കുന്നതും ഒക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട് അതിനകത്ത് പൈസയാണ് എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട്. കാര്യം എനിക്ക് എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എനിക്കെന്തോ അങ്ങനെ തോന്നി. ഒരു പക്ഷേ അതിനുശേഷം ലൈക്ക് ഞാൻ മനസ്സിലാക്കിയ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ഒരു ഭയങ്കര ഹാർഷ് മൈൻഡായിട്ടുള്ള, ഭയങ്കര കഠിന ഹൃദയരായിട്ടുള്ള ആൾക്കാരാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയത്. പക്ഷെ മല്ലി എന്ന് പറയുന്ന ഒരു വ്യക്തി പിന്നീട് റാമിന് നല്ലൊരു സുഹൃത്താകുന്നതും, മല്ലിക്ക് റാം നല്ലൊരു സുഹൃത്താകുന്നതും ഒക്കെ വളരെ വളരെ മനോഹരമായിട്ട് പോർട്രേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ള ഒരു കാര്യമാണ്. ഞാൻ ഏതൊരു ബുക്ക് വായിക്കുമ്പോഴും അതിലെനിക്ക് പ്രിയപ്പെട്ട ഒരു സെൻറ്റൻസ് എങ്കിലും കാണും. ഞാൻ ആ സെൻറ്റൻസ് ഞാൻ ഫോട്ടോ എടുത്ത് എൻ്റെ കയ്യിൽ വെക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു സെൻറ്റൻസ് എങ്കിലും അതിൽ കാണും. ഇതിൽ പല സെൻറ്റൻസുകളുണ്ട്, എങ്കിലും ഞാൻ പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഇത് ബുക്ക് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിലിരുന്ന ഒരു സെൻറ്റൻസ് ഇതാണ്. സെൻറ്റൻസിന് കറക്റ്റായിട്ട് ഇതിങ്ങനെയല്ല, ബട്ട് സ്റ്റിൽ മല്ലി റാമിനോട് പറയുന്നുണ്ട്, റാം അതങ്ങനെയാണ്, എല്ലാവരുടെ ഉള്ളിലും നമ്മൾ പരിചയപ്പെടുന്ന എല്ലാവരും, ഒരുപാട് ആളുകൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അതിൽ ഒരാളോടെങ്കിലും അല്ലെങ്കിൽ ഒരാളെങ്കിലും നമ്മളെ രഹസ്യമായിട്ട് പ്രണയിക്കുന്നുണ്ട്. നമ്മൾ പരിചയപ്പെടുന്ന ആളുകളിൽ ഒരാളെങ്കിലും നമ്മളെ രഹസ്യമായിട്ട് പ്രണയിക്കുന്നുണ്ട്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതവർ തുറന്നു പറയുന്നില്ല എന്ന് മാത്രം. ഇതുപോലെ തന്നെയാണ് തിരിച്ച് നമ്മൾ പരിചയപ്പെടുന്ന ആളുകളിൽ ഒരാളെയെങ്കിലും നമ്മളും രഹസ്യമായിട്ട് പ്രണയിക്കുന്നുണ്ട്. അപ്പം ഇത് രണ്ടുപേരും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ലൊരു പ്രണയം ഉണ്ടാവും. ഇല്ലെങ്കിൽ അതാരും അറിയാതെ ഒരു മധുരമുള്ളൊരു ഓർമ്മയായിട്ട് അങ്ങ് പോകുന്നു. ഇവിടെ മല്ലിക്കും റാം അങ്ങനെ തന്നെയായിരുന്നു. മല്ലി പറയുന്നൊരു കാര്യമുണ്ട്, ഈ സിമൻറ്റ് ബെഞ്ചിലെങ്കിലും റാം എന്ന പേരിൻ്റെ കൂടെ മല്ലി ചേർന്നിരിക്കട്ടെ എന്ന്. അപ്പോൾ ഒരു നല്ല സുഹൃത്ത്, മല്ലിക്ക് ബോധ്യമുണ്ട് റാം എന്ന് പറയുന്ന വ്യക്തിയെ താൻ പ്രണയിക്കുന്നു, പക്ഷേ അയാളെ ഒരിക്കലും എനിക്ക് സ്വന്തമാക്കാൻ പറ്റില്ല എന്നുള്ളത് മല്ലിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ മല്ലിയുടെ നല്ലൊരു സുഹൃത്താണ് റാമിൻ്റെ നല്ലൊരു സുഹൃത്താണ് മല്ലി. ഒരുപാട് വേദനകൾ അനുഭവിച്ച് മല്ലി നിൽക്കുമ്പോഴും
നല്ലൊരു സന്തോഷമുള്ള ജീവിതം ആഗ്രഹിച്ച് തൻ്റെ കുടുംബത്തിലേക്ക് തിരികെ കയറി ചെല്ലുമ്പോഴും അപമാനവും ഉപദ്രവവും സഹിച്ച് തിരിച്ചു വരുമ്പോഴും കാമം മാത്രം മനസ്സ് വെച്ചുകൊണ്ട് വരുന്ന ഒരു പോലീസുകാരനാൽ മല്ലി കൊല്ലപ്പെടുമ്പോഴും മല്ലിയുടെ ശരീരത്തിനായി റാം ഇരുന്ന് കരയുമ്പോഴും അതിൻ്റെ കൂടെ ഫറൂഖ് എന്ന് പറയുന്ന ആ പോലീസുകാരനെ തല്ലിച്ചതയ്ക്കാനും അവനെ തല്ലിക്കൊല്ലാനും തോന്നുന്ന തരത്തിൽ ഒരു വായനക്കാരിയെ എത്തിക്കാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ എഴുത്തുകാരന് ബിഗ് സല്യൂട്ട്. അതായിരുന്നു മല്ലിയുടെ ഒരു അധ്യായം. മരണപ്പെട്ടു പോയ ഒരു വേദന. താൻ ചിലങ്ക അണിഞ്ഞ് ഡാൻസ് പഠിക്കണം എന്ന ഭയങ്കരമായ ആഗ്രഹമുള്ള ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ അവസാന നിമിഷത്തിൽ തൻ്റെ സ്വപ്നത്തിലേക്ക് കടക്കുന്നു. ചിലങ്ക അണിഞ്ഞ കാലുകളുമായി അവൾ നിൽക്കുന്നു. ആ കാലുകളോടുകൂടി തന്നെ, ആ ചിലങ്കയോടുകൂടി തന്നെ അവൾ മരണപ്പെടുന്നു, അവൾ കൊല്ലപ്പെടുന്നു. അവസാനം മല്ലിയുടെ ഓർമ്മയ്ക്കായി റാമിനെ ലഭിക്കുന്നത് ആ 2 ചിലങ്കകൾ മാത്രമാണ്. അതൊക്കെ വളരെ വേദനയുള്ള ഒരു കാര്യം തന്നെയാണ്. രണ്ടാമത് ഇതിലേക്ക് വരുന്ന ഒരു കഥാപാത്രമാണ് ആനന്ദി എന്ന് പറയുന്നത്. ആനന്ദി എന്ന് പറയുന്ന മരിച്ചുപോയ ഒരു ആളുടെ ഒരു ഫേക്ക് ഐഡൻറ്റിറ്റിയുമായിട്ട് ജീവിക്കുന്ന ഒരു ഫേക്ക് ആനന്ദി. അവരുടെ പേരെന്താണ് എന്ന് പോലും അറിയില്ല, യഥാർത്ഥ പേരെന്താണെന്ന് പോലും അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ക്യാരക്ടർ എന്തുകൊണ്ടാണ് എനിക്ക് കണക്റ്റ് ആയതെന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ സമ്പർക്കം പുലർത്തുന്ന 2 കമ്മ്യൂണിറ്റിയാണ്. ഒന്ന് പഞ്ചാബി കമ്മ്യൂണിറ്റി, 2 ശ്രീലങ്കൻ കമ്മ്യൂണിറ്റി. പഞ്ചാബി കമ്മ്യൂണിറ്റി അവരുടെ ആളുകളോടുകൂടി ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, അവരുടെ കൂടെ ഞാൻ കുറച്ചാൾ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ നെഗറ്റീവ്സ് പോസിറ്റീവ്സ് എല്ലാം എനിക്കറിയാം, അവരുമായിട്ട് ഇടപെട്ട്. പക്ഷെ അതിലും കൂടുതൽ എനിക്കൊരു അഭേദ്യമായ ആത്മബന്ധമുള്ള ആളുകളാണ് ശ്രീലങ്കൻ കമ്മ്യൂണിറ്റി. അവരുടെ കൂടെ ഞാൻ താമസിച്ചിട്ടുണ്ട്, ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുക, അവരുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന ശ്രീലങ്കൻസ് എല്ലാവരും തന്നെ, അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം ആളുകളും അവിടുത്തെ യുദ്ധത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഇവിടെ വന്ന് സെറ്റിലായി ഫാമിലിയായിട്ട് കൊച്ചുമക്കളൊക്കെ ആയിട്ട് അവിടെയുള്ള തൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവരെയും സേഫാക്കി ജീവിക്കുന്ന ആളുകളാണ് എനിക്കറിയാവുന്ന ശ്രീലങ്കൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പണ്ടൊക്കെ ആണെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പത്രത്തിൽ വായിച്ച് കേട്ടിട്ടുണ്ട് ശ്രീലങ്കയിലെ യുദ്ധവും അതിൻ്റെ ഭീകരതകളും ഒക്കെ. പക്ഷെ അതിന് കാരണം എന്താണെന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല. എന്നല്ല, എനിക്കറിയില്ലായിരുന്നു. അതിൻ്റെ കാരണം ഞാൻ അറിയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടെ ഉള്ളൊരു ഭീകരമുഖം ഞാൻ കാണുന്നത് ഈ ബുക്കിലൂടെയാണ്. അത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ എനിക്കറിയാവുന്ന എല്ലാ ശ്രീലങ്കൻസും കടന്നു പോകുന്നുണ്ടായിരുന്നു. അവർ എന്തുമാത്രം അനുഭവിച്ചിട്ട് വന്ന ആളുകളാണ് എന്നുള്ളത് നമുക്കൊരു ഭയങ്കരമായൊരു റിയലൈസേഷനാണ്, ഒരു തിരിച്ചറിവാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആനന്ദിയെ അല്ലെങ്കിൽ ആനന്ദിയുമായിട്ട് എനിക്ക് കണക്റ്റ് ആവാൻ സാധിച്ചത്. തൻ്റെ അപ്പനെയും അമ്മയും യുദ്ധത്തിൻ്റെ ബാക്കി പത്രങ്ങളായി നഷ്ടപ്പെട്ട ആനന്ദി തൻ്റെ അനിയനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചെങ്കിലും അവന് എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളൊരു ക്ലൂ കിട്ടി അവനെ തേടിപ്പോകുന്ന ആനന്ദി. പക്ഷേ പിന്നീട് ആനന്ദിക്ക് എന്തു പറ്റിയെന്ന് അറിയില്ല. അവൾ അനിയൻ്റെ അടുത്തെത്തിയോ പാതി വഴിയിൽ മരണപ്പെട്ടു എന്നൊന്നും അറിയില്ല. ഇത് ഞാൻ വായിച്ച് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിലൊക്കെയാണ് നാട്ടിൽ അർജുൻ എന്ന് പറയുന്ന ആ ഒരു ചേട്ടൻ്റെ ന്യൂസ് വരുന്നത്. അതിനോട് ചേർത്ത് തന്നെ ഞാൻ ചിന്തിച്ച ഒരാളാണ് ജസ്ന. അതിനുശേഷമാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ. എനിക്ക് തോന്നുന്നു മരണപ്പെട്ടു എന്നാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാം. കുറച്ച് പതിയെയാണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അയാൾ മരിച്ചു, അയാളിന് തിരിച്ചു വരില്ല എന്നത്. പക്ഷെ കാണാതെ പോയ ഒരാൾ, അയാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയാൻ മേലാതെ, അല്ലെങ്കിൽ അതൊരു സമസ്യയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമാണ്. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. ഓരോ കോളിംഗ് ബെല്ല് വരുമ്പോഴും അത് തൻ്റെ മകനായിരിക്കും, തൻ്റെ മകളായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ വാതിൽ തുറക്കുന്ന ആ വീട്ടുകാർ. അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയാണ്
റാമിന് ആനന്ദി. ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ മരണപ്പെടുന്നതിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി മരണപ്പെട്ടു എന്ന് പറയുന്നതിലും വലിയ ഭീകരമായ ഒരവസ്ഥയാണ് കാണാതായി എന്നുള്ളത്. അവരെ കണ്ടു കിട്ടുന്നത് വരെ അതൊരു പ്രതീക്ഷയാണ്. ആ വ്യക്തി മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷ. അതൊരു നല്ല പ്രതീക്ഷയാണോ മോശം പ്രതീക്ഷയാണോ എന്നും ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതുപോലെ ഒരു പ്രതീക്ഷ ആയി ആനന്ദി ബാക്കി നിൽക്കുകയാണ് ബുക്കിന് അവസാനം. ജീവിതത്തിൽ കാണുന്ന നല്ല സുഹൃത്തുക്കൾ, വിഷമഘട്ടത്തിൽ നമ്മളെ സഹായിക്കാൻ വരുന്ന നല്ല ആളുകൾ, അങ്ങനെ പല ക്യാരക്ടേഴ്സിനെ ഇവിടെ കാണാൻ പറ്റും. ഓവറോൾ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ബുക്ക് ഒരു തുടക്ക വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വായനക്കാരിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സ്റ്റോറിയാണത്. ഒരു എഴുത്തിൻ്റെ രീതി അതാണ്. ഞാനിത് വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബുക്കിനെ പറ്റി കുറച്ചുകൂടെ റിസർച്ച് ചെയ്തു, ഈ എഴുത്തുകാരൻ്റെ പ്രൊഫൈൽ പോയി നോക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഈ ബുക്ക് ആളൊരു സിനിമയാക്കാൻ വേണ്ടിയിട്ടായിട്ട് ചെയ്ത ഒരു ബുക്കായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതിനൊരു സിനിമാറ്റിക് എഫക്റ്റ് ഉണ്ടായത്. പുതിയ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു പുതുമുഖ എഴുത്തുകാരൻ എന്നുള്ള നിലയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരുപാട് എഴുത്തുകാർക്കും അല്ലെങ്കിൽ പുതിയതായിട്ട് വരാനിരിക്കുന്ന ഒരുപാട് എഴുത്തുകാർക്കും പുതിയതായിട്ടുള്ള ഒരുപാട് വായനക്കാർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ദ റൈറ്റർ ഓഫ് ദിസ് ബുക്ക്. ആഫ്റ്റർ ഓൾ ബുക്ക് വായിച്ചതിന് ശേഷം മുന്നോട്ട് ഒരുപാട് ചോദ്യങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് തിരിച്ചറിവുകൾ, ചില ആളുകളെ പറ്റിയുള്ള നമ്മുടെ കൺസേൺസ്, ചില കമ്മ്യൂണിറ്റിയെ പറ്റി, ചില ആളുകളെ പറ്റി ഒക്കെയുള്ള ഒരു കൺസേൺ, അങ്ങനെയുള്ള പല ഇമോഷൻസും നമുക്ക് തന്ന് അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ലൈഫ് ലോങ്ങിലേക്ക് വെക്കുന്ന ഒരു നല്ലൊരു ബുക്കാണത്. ഈ വീഡിയോ എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഒരുപാട് ഇമോഷൻസ് എൻ്റെ ഉള്ളിലും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ചയ്ക്ക് മുകളിലായി ഞാൻ. എന്നിട്ടും ഈ ഇമോഷൻസ് അതേപടി എന്നിൽ നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ എഴുത്തുകാരൻ്റെ ഒരു വിജയം തന്നെയാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബൈ ബൈ.